ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ സുശീല സുജിത് എന്ന മറാത്തി സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. വളരെ വലിയൊരു അപ്പാർട്ട്മെന്റ്, അവിടുത്തെ 35ാമത്തെ നിലയിലുള്ള ഒരു വീട്. അവിടെ ഒരു ബാത്റൂം കേടാവുന്നു. ആ വീട്ടിലൊരു ഭർത്താവും ഭാര്യയും ഉണ്ട്. ഭർത്താവിന് ഏകദേശം 60 വയസ്സിന് മുകളിലാണ് പ്രായം. എന്നാൽ ഭാര്യയ്ക്ക് വെറും 35 വയസ്സ് മാത്രം. ഇതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഇടയിൽ വലിയ സംസാരങ്ങളൊന്നുമില്ലാതെ ഒരു കടമ പോലെയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ആ ബാത്റൂം നന്നാക്കുന്നതിനായി സുജിത് എന്നൊരാൾ ആ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്. ആ സമയത്ത് ഭർത്താവ് ജോലിക്ക് പോയതിനാൽ ഇപ്പോൾ വീടിനുള്ളിൽ സുജിത്തും ആ 35 വയസ്സുകാരിയായ സ്ത്രീയും മാത്രമേ ഉള്ളൂ. അവിടെ നടക്കാൻ പാടില്ലാത്ത ഭയങ്കരമായ ഒരു സംഭവം നടക്കുന്നു. അതിനുശേഷം അവർക്ക് അതിൽ നിന്നും പുറത്തു വരാനേ കഴിയുന്നില്ല. അവിടെ എന്താണ് നടന്നത്, അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ കഥ. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ആ വലിയ അപ്പാർട്ട്മെന്റ് ആണ് കാണിക്കുന്നത്. അതിലെ 35ാമത്തെ നിലയിലുള്ള ഒരു വീടും കാണിക്കുന്നു. അവിടെയാണ് സുശീല എന്നൊരു സ്ത്രീയും സുജിത് എന്ന ആ പയ്യനും ബാത്റൂമിനുള്ളിൽ നിൽക്കുന്നത്. അവർ ബാത്റൂമിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ വീടിന്റെ വാതിൽ ലോക്കാവുന്നു. അവരും പുറത്തു വരുന്നു. ആകെ പരിഭ്രാന്തരാവുന്നു. അതായത് കുറച്ച് സമയത്തിനുള്ളിൽ ആ വാതിൽ തുറന്നേ തീരൂ, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും എന്ന രീതിയിൽ പേടിച്ച് അവർ ആ വാതിലിനടുത്തേക്ക് വരുന്നു. അപ്പോഴാണ് ഇവർ ആരാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു ബാത്റൂമിൽ പെട്ടുപോയത്, അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നതൊക്കെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലൂടെ പറയുന്നത്. അന്ന് രാവിലെ 8:15 നമ്മുടെ ഹീറോയിന്റെ പേര് സുശീല. അവൾക്കിപ്പോൾ 30 വയസ്സിന് മുകളിലാണ് പ്രായം. സ്നേഹമുള്ള ഒരു ഭർത്താവുണ്ട്. അദ്ദേഹത്തിന് 60 വയസ്സിന് മുകളിലാണ് പ്രായം. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായെങ്കിലും അവർ ഇതുവരെ ഒരു ഭർത്താവും ഭാര്യയും പോലെ ജീവിച്ചിട്ടില്ല. ഭർത്താവിന്റെ പേര് രാമകൃഷ്ണൻ എന്നാണ്. അദ്ദേഹത്തിന് എപ്പോഴും മനസ്സിൽ സ്വന്തം ഭാര്യയെക്കുറിച്ചൊരു തെറ്റായ ധാരണയുണ്ട്. അതായത് തനിക്ക് 60 വയസ്സ് കഴിഞ്ഞു, ഭാര്യയ്ക്ക് 30 വയസ്സല്ലേ ആയുള്ളൂ, താൻ ജോലിക്ക് പോകുമ്പോൾ അവൾ വേറെ വല്ല പയ്യന്മാരുമായി അടുപ്പത്തിലാകുമോ, തനിക്കറിയാതെ എന്തെങ്കിലും റിലേഷൻഷിപ്പിലാകുമോ എന്ന് പേടിച്ചിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. എന്തിനേറെ അവരുടെ അപ്പാർട്ട്മെന്റിലെ വാച്ച്മാനെ കണ്ടാൽ പോലും അദ്ദേഹം ഭയപ്പെടും. ഒരു ദിവസം ആ വാച്ച്മാൻ ഇവരുടെ വീട്ടിലേക്ക് വരികയാണ്. ഏതോ പാഴ്സൽ ഡെലിവറി ചെയ്യാൻ വന്നതാണ്. എന്നാൽ ആ വാച്ച്മാനെ ഹീറോയിൻ വീടിനുള്ളിലേക്ക് വിളിച്ച് അവനുമായി ജോലിയായിരിക്കുന്നത് പോലെയൊക്കെ ഈ ഭർത്താവായ രാമകൃഷ്ണൻ സങ്കല്പിച്ച് ഉറക്കത്തിൽ നിന്ന് പേടിച്ചെഴുന്നേക്കും. അപ്പൊ ഇത്രയേറെ സ്വന്തം ഭാര്യയെ ഒട്ടും വിശ്വസിക്കാതെ എപ്പോഴും സംശയിച്ച് നടക്കുന്ന ഒരാളാണ് അദ്ദേഹം. രാമകൃഷ്ണൻ അന്ന് രാവിലെയും എഴുന്നേക്കാണ്. ഓഫീസിൽ പോകാൻ സമയമെന്ന് പറഞ്ഞ് വേഗത്തിൽ കുളിക്കാൻ പോകുന്നു. അവിടെ ഷവറിന് ചില പ്രശ്നങ്ങളുണ്ട്. വെള്ളം പെട്ടെന്ന് വരുന്നു, വരാതിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് സമാധാനമായി കുളിക്കാൻ പോലും കഴിയുന്നില്ല. ഈ കാര്യം ഭാര്യയോട് അദ്ദേഹം പറയാണ്. ഇത് തന്നെയാണ് ഞാൻ കുറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു നല്ല പ്ലംബറെ വിളിച്ച് ഇതൊന്ന് നന്നാക്കാൻ പറ എന്ന് അവരും പറയുന്നുണ്ട്. അങ്ങനെ രാമകൃഷ്ണനും കുളിച്ചു വന്ന് കബോർഡ് തുറക്കുമ്പോൾ അവിടെ കബോർഡ് മുഴുവൻ ഭാര്യയുടെ തുണികളാണ് ഉള്ളത്. അത് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തന്നെ വീഴാണ്. ഈ വീട്ടിൽ സമാധാനമായ ഒരു തുണി പോലും എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് അതിരാവിലെ തന്നെ അദ്ദേഹം ദേഷ്യപ്പെട്ട് കിടന്ന് കാറാണ്. അദ്ദേഹം ഇങ്ങനെ കാറുന്നത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് പാചകം ചെയ്യുകയായിരുന്ന ഭാര്യ അറിയാതെ സ്വന്തം കൈ മുറിക്കുന്നു. ഭാര്യയോട് ദേഷ്യപ്പെട്ടെങ്കിലും അവരുടെ കൈ മുറിഞ്ഞത് കണ്ട് അദ്ദേഹം കുറച്ചൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാര്യവും ശ്രദ്ധിച്ച് ചെയ്യാൻ പാടില്ലേ എന്ന രീതിയിൽ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ ആ പ്ലംബറെ വിളിച്ചിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും അവൻ വീട്ടിലേക്ക് വരും എന്ന് പറയുകയും ചെയ്യുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കാണ്. ആരാണെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ സുജിത്ത് എന്ന പേരുള്ള ഒരാൾ അവിടെ നിൽക്കുന്നു. ആ സുജിത്തിനെ കണ്ടതും ഹീറോയിന് വലിയ ഷോക്കായി. അവർക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടതുപോലെ ആകെ വല്ലാത്തൊരവസ്ഥയിലാവുന്നു. മാഡം, ഞാൻ സുജിത്ത്, ബാത്റൂം നന്നാക്കാൻ വന്നതാണ്, അകത്തേക്ക് വരാമോ എന്ന് ചോദിക്കുന്നു. വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സോഫയിൽ ഇരുത്തുന്നു. അദ്ദേഹത്തിന് വെള്ളമൊക്കെ കൊടുക്കുന്ന ആ സമയത്താണ് വീട്ടിലെ രാമകൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹവും സുജിത്തിനെ കാണുന്നത്. എടാ, നീ അജിത്ത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാനല്ല, എൻ്റെ പേര് സുജിത്ത് എന്നാവും പറയാണ്. അത് കേട്ട് രാമകൃഷ്ണനും അവിടെ ഒന്ന് ഞെട്ടിയിട്ട് ശരി ഓക്കെ എന്നും പറഞ്ഞ് ഭാര്യയോട് പണി കഴിയുന്നത് വരെ കൂടെ നിന്ന് നോക്കണമെന്നും സൂക്ഷിക്കണമെന്നും പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. അദ്ദേഹം അവിടെ നിന്ന് പോയതിനു ശേഷം ജോലി തുടങ്ങാൻ പറയാണ്. ആ ബാത്റൂം നമ്മുടെ ഹീറോയിൻ്റെ റൂമിലാണുള്ളത്. ഇപ്പോൾ ആ റൂമിൽ പോയി ആ ബാത്റൂമിനുള്ളിലേക്ക് അവൻ വരികയാണ്. അങ്ങനെ ഷവറിലുള്ള പ്രശ്നത്തെക്കുറിച്ച് ഹീറോയിൻ പറയുന്നുണ്ട്. നേരത്തെ 2 ടെക്നീഷ്യന്മാർ വന്ന് നോക്കി പോയതാണ്, പക്ഷെ അവർക്കും ഇത് ശരിയാക്കാൻ കഴിഞ്ഞില്ല, ഇതൊന്ന് കറക്റ്റായി സെറ്റ് ചെയ്ത് തരണം എന്ന രീതിയിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ അപ്പാർട്ട്മെന്റ് 35ാമത്തെ നിലയിലായതുകൊണ്ട് ബാൽക്കണിയിൽ നിന്ന് ഭയങ്കരമായ കാറ്റടിക്കുന്നു. ആ കാറ്റിൽ നമ്മുടെ ഹീറോയിന്റെ റൂം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അടഞ്ഞു പോവാണ്. ബാത്റൂമിൽ നിൽക്കുമ്പോൾ ഇവർക്കും വാതിൽ അടയുന്ന പോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണെന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ റൂം അടഞ്ഞിരിക്കുകയാണ്. അവിടെ നമ്മുടെ ഹീറോയിനും സുജിത്തും ഭയങ്കരമായി ഞെട്ടിപ്പോവാണ്. അതിനുശേഷം ആ റൂം തുറക്കാൻ എത്രയോ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പുറത്തുനിന്ന് മാത്രമേ ആ റൂം തുറക്കാൻ കഴിയൂ. നമ്മൾ ശരിക്കും പെട്ടുപോയി എന്ന് ഹീറോയിൻ പറയുന്നു. സുജിത്തിനും അവിടെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ശരി, ഫോൺ ദാ, ആർക്കെങ്കിലും ഫോൺ ചെയ്ത് നമ്മളെ രക്ഷിക്കാൻ പറയാം എന്ന് ചോദിക്കുമ്പോൾ
ഇവരുടെ ഫോൺ എല്ലാം പുറത്താണ്. സുജിത്തും ബാത്റൂം നന്നാക്കാൻ പോകുന്നതുകൊണ്ട് വെള്ളം വീഴണ്ട എന്ന് കരുതി അവനും ഹാളിലാണ് ഫോൺ വെച്ചിരിക്കുന്നത്. മറുവശത്ത് രാമകൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹവും ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് പണി ചെയ്യാൻ വന്നവൻ വീട്ടിൽ തന്നെ ഉണ്ടോ അതോ പോയോ, കാണാൻ നല്ല സുന്ദരനാണല്ലോ, അവൻ തന്റെ ഭാര്യയെ മയക്കിക്കളയോ എന്നൊക്കെ ഭയന്ന് തുടർച്ചയായി ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഫോൺ പുറത്തായതുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇത് അദ്ദേഹത്തിന് വല്ലാത്തൊരു പരിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയും ഹീറോയിനും രണ്ടുപേരും ചേർന്ന് ഈ സാരിയൊക്കെ എടുത്ത് വാതിലിൽ കെട്ടി വലിച്ചു നോക്കുകയാണ്. അപ്പോൾ പോലും ആ വാതിൽ തുറക്കുന്നില്ല. അപ്പോഴാണ് ആ റൂമിനടുത്തായിട്ട് ഒരു ബാൽക്കണി ഉള്ളത്. ആ ബാൽക്കണിയിൽ വന്ന് ആരെങ്കിലും എന്നെ രക്ഷിക്കണേ എന്ന് ഹീറോയിൻ ഉറക്കെ വിളിച്ചു പോകുന്നു. എന്നാൽ 35ാമത്തെ നിലയിലായതുകൊണ്ട് താഴെ ആർക്കും അത് കേൾക്കുന്നില്ല. ഇപ്പോൾ അവരോടൊപ്പം നമ്മുടെ ഹീറോയിനും ഒച്ച വെക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ എത്ര ഒച്ച വെച്ചാലും കേൾക്കില്ല. ഈ അപ്പാർട്ട്മെന്റിൽ പണിക്ക് പോകുന്നവരെല്ലാം വൈകുന്നേരം മാത്രമേ വീട്ടിൽ വരൂ. അതുകൊണ്ട് അവരുടെ അപ്പാർട്ട്മെന്റും പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും. വൈകുന്നേരം എന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂ എന്ന് തോന്നുന്നു എന്ന് ഹീറോയിൻ ഹീറോയോട് പറയാണ്. അപ്പോഴാണ് ഇവർക്കൊരു ഐഡിയ വരുന്നത്. അതായത് റൂമിൽ തന്നെ TV ഉണ്ട്. ആ TVയിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് യൂട്യൂബിൽ പോയിട്ട് ഈ വാതിൽ ലോക്കായി കഴിഞ്ഞാൽ അതെങ്ങനെ തുറക്കാം എന്നുള്ള സ്റ്റെപ്സ് ഒക്കെ യൂട്യൂബിൽ പറയല്ലോ, അതൊക്കെ നോക്കുകയാണ്. അതിലൊരാൾ പറയുന്നു, നിങ്ങളുടെ കയ്യിൽ ഈ എക്സ്റേ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക, അതുപോലെ തന്നെ വാതിലിന്റെ ലോക്കറിൽ വെക്കുക, എന്നിട്ട് ആ എക്സ്റേ താഴേക്ക് വലിക്കുക, നിങ്ങളുടെ വാതിൽ അൺലോക്ക് ആവും, നിങ്ങൾക്ക് പുറത്തു പോവാം. ഈ ഐഡിയ കണ്ട് ഹീറോയും അതുപോലെ പതുക്കെ ചെയ്തു നോക്കുകയാണ്. എന്നാൽ അവിടെ ആ എക്സ്റേ തന്നെ കീറിപ്പോവാണ്. ഇവിടെ ഈ രാമകൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ ഓഫീസിലേക്ക് വരികയാണ്. ഓഫീസിൽ വന്നിട്ടും ഫോൺ വിളിച്ചിട്ട് ഭാര്യ ഇതുവരെ എടുക്കുന്നില്ലല്ലോ, അവൾക്ക് എന്ത് സംഭവിച്ചു കാണും എന്ന ചിന്തയോടെ തന്നെ ഒരു പരവേശത്തിലാണ് അദ്ദേഹം. ഇവിടെ ഹീറോയിനാണെങ്കിൽ അവർ കബോർഡ് തുറക്കുമ്പോൾ അവരുടെ ഭർത്താവ് സ്വന്തം തുണിയെടുക്കാൻ വേണ്ടി ഇവരുടെ സാരിയൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്നത് അവർ കാണുന്നു. ഇവർക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. മുഴുവൻ സാരിയും എടുത്ത് ബെഡിലേക്ക് ഇടുകയാണ്. ഇതൊക്കെ കാണുന്ന സുജിത്ത് നിങ്ങളെ ഞാൻ സഹായിക്കണോ എന്ന് ചോദിച്ച് ആ സാരിയൊക്കെ വേഗത്തിൽ ഹീറോയിന് മടക്കി കൊടുക്കുന്നു. കുഴപ്പമില്ല, നിങ്ങൾ നന്നായി സാരിയൊക്കെ മടക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻ്റെ അമ്മയെ ഞാൻ സഹായിക്കാറുണ്ട്, അതിലൂടെയാണ് ഇതൊക്കെ പഠിച്ചത് എന്ന് അവൻ പറയുന്നു. എന്താണ് പഠിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചതിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്, ജോലി കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ജോലി ചെയ്യാണ് എന്ന് അവനും സങ്കടത്തോടെ പറയുന്നു. ഇപ്പോൾ സുജിത്തും ആ വാതിലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. സ്വന്തം മൊബൈലിലേക്ക് അവൻ്റെ അമ്മ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കാണുകയാണ്. ഇവിടെ ഹീറോയിൻ ഉണ്ടല്ലോ, ആ TVയിൽ ഒരു വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ആ സീരീസിലെ ഹീറോയിനെ ഒരു മോശപ്പെട്ട വില്ലൻ ഉപദ്രവിക്കാൻ വരുന്നത് കണ്ട് അവർ ഹീറോയെ നോക്കി ഭയപ്പെടുകയാണ്. ഞാനും ഈ വീട്ടിൽ ഒറ്റയ്ക്കാണുള്ളത്, എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നു. എനിക്കിനി അടുത്ത 4 സ്ഥലത്ത് പോയി റിപ്പയർ ചെയ്യണം, അവിടെ പോകാൻ സമയമായി എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതും എന്ന് ഹീറോ മറുപടി പറയുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് മണി 12 ആവുകയാണ്. ഏകദേശം ഹീറോ അവിടെ വന്നിട്ട് 3 മണിക്കൂർ ആവുകയാണ്. അപ്പോഴാണ് ഹീറോയും ചോദിക്കുന്നത്, എന്നെ കണ്ട ഉടനെ നിങ്ങൾ ഞെട്ടിയല്ലോ, അതെന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനും പറയാണ്, നിങ്ങളെ കാണാൻ അജിത്തിനെ പോലെയുണ്ട്. ആര്, നടൻ അജിത്തോ? അയ്യോ, അദ്ദേഹമല്ല, എൻ്റെ എക്സ് കാമുകൻ അജിത്തിനെ പോലെയുണ്ട്, അതാണ് ഞാനും എൻ്റെ ഭർത്താവും ഞെട്ടിയത് എന്ന കാര്യം അവർ പറയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയുടെ വീട് കാണിക്കുകയാണ്. ഹീറോയുടെ അമ്മ തുടർച്ചയായി ഹീറോയ്ക്ക് കോൾ ചെയ്ത് ഭയന്നിരിക്കുകയാണ്. ഇവനെന്താ ഫോൺ എടുക്കാത്തത്? ഇവർ ഈ ജോത്സ്യമൊക്കെ നോക്കുന്നത് പതിവാണ്. TVയിൽ ഈ രാശി പോലൊക്കെ പറയല്ലോ. അങ്ങനെ ഒരാൾ കർക്കിടകം രാശിക്കാർക്ക് ഇന്ന് സമയമേ ശരിയല്ല, ഇന്ന് നിങ്ങൾ ബൈക്കിൽ പോയാൽ ബൈക്കിൽ നിന്ന് താഴെ വീഴും, എന്തെങ്കിലും ഇരുമ്പെടുത്ത് റിപ്പയർ ചെയ്താൽ ആ ഇരുമ്പ് നിങ്ങളുടെ തലയിൽ വീഴും എന്നൊക്കെ വളരെ മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് ഇവർ വളരെ ഭയപ്പെടാണ്. വീണ്ടും മകനെ വിളിച്ച് സുരക്ഷിതനാണോ എന്ന് അന്വേഷിക്കാൻ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഹീറോയുടെ ഫോൺ പുറത്ത് വെച്ചതുകൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല. ഇതോടെ അമ്മയ്ക്ക് വളരെ പേടിയാവാണ്. ഇപ്പോൾ നേരെ ആ രാശിഫലം പറഞ്ഞ TV ചാനലിലേക്ക് തന്നെ ഫോൺ ചെയ്യാണ്. ഹലോ, എന്താണ് ഒരു രാശിഫലം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊക്കെ നെഗറ്റീവായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അന്നത്തെ ദിവസം ജോലി ചെയ്യാൻ മനസ്സ് വരിക? എൻ്റെ മോൻ പുറത്തു പോയിരിക്കുകയാണ്, അവൻ സുരക്ഷിതനായി വീട്ടിൽ വരുമോ ഇല്ലയോ എന്ന് പറ, ഇപ്പോൾ തന്നെ പറ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വരും അമ്മേ, ഫോൺ വെക്കേ എന്ന് പറഞ്ഞ് അവർ ഫോൺ വെക്കുന്നു. എങ്കിലും അമ്മയ്ക്ക് വല്ലാത്തൊരു ഭയമാണ്. അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വിളക്ക് കത്തിച്ചു വെക്കുന്നു. എന്നാൽ ആ വിളക്ക് പെട്ടെന്ന് കെട്ടുപോവാണ്. ഇതിന് മുകളിൽ സഹിക്കാൻ കഴിയില്ല, ഇനി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എൻ്റെ മോനെ കണ്ടുപിടിച്ച് തരാൻ പറയുക തന്നെ എന്ന് കരുതി അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഹീറോയിനാണെങ്കിൽ അജിത്തിനെ സ്നേഹിക്കുന്ന കാലത്ത് എത്രത്തോളം സന്തോഷവതിയായിരുന്നുവെന്നും ഗോവയിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്തിരുന്നുവെന്നും അവനെന്നെ വളരെ നന്നായി നോക്കിയെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്. അപ്പോഴാണ് സുജിത്ത് ചോദിക്കുന്നത്, നിങ്ങൾ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ, അജിത്തിനെ വിട്ടിട്ട് പിന്നെ എന്തിനാണ് ഈ മുത്തശ്ശനെ കല്യാണം കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ്റെ മുഖം മാറുകയാണ്. ഇവിടെ ഓഫീസിലെത്തിയ ഹീറോയിൻ്റെ ഭർത്താവ് രാമകൃഷ്ണനും ആകെ ഒരു പരവേശത്തിലാണ്. ഭാര്യയെ വിളിച്ചാൽ എടുക്കുന്നില്ല, വീട്ടിൽ വന്ന് ആ പ്ലംബർ പോയോ ഇല്ലയോ എന്നതിനെ കുറിച്ച് തന്നെ ആലോചിച്ച് ഫോണിൽ ചില റീൽസൊക്കെ കാണുകയാണ്. ആ റീൽസിൽ വരുന്ന പെൺകുട്ടികളെല്ലാം സ്വന്തം ഭാര്യയെ പോലെയും കൂടെയുള്ള പയ്യന്മാരെ സുജിത്തിനെ പോലെയും സങ്കല്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇദ്ദേഹം വളരെ സംശയം പിടിച്ച ആളാണെന്ന്. ഒരു പക്ഷേ ആ സുജിത്തുമായി തന്റെ ഭാര്യ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവോ എന്നൊക്കെ ആലോചിച്ച് വളരെ ഭയപ്പെടുകയാണ്. ഇവിടെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, അവൻ ആ ബാത്റൂമിനുള്ളിലെ ഒരു ചെറിയ ഡോറ് പോലുള്ളത് തുറന്നു നോക്കുമ്പോൾ ചില ഗുളികകൾ അവിടെ ഇരിക്കുന്നത് കാണാണ്. അതെന്ത് ഗുളികയാണെന്ന് വെച്ചാൽ TV-യിൽ പരസ്യം കാണിക്കില്ലേ, അതുപോലുള്ള പുരുഷത്വവുമായി ബന്ധപ്പെട്ട ഗുളികകളാണ്. ഈ മുത്തശ്ശൻ ആ ഗുളികകൾ വാങ്ങി വെച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു. അതും സുജിത്ത് നമ്മുടെ ഹീറോയിനെ കാണിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ്റെ മുഖം മാറുകയാണ്.
അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നവർ പറയാണ്. ഹെൽപ്പ് എന്നൊരു ബക്കറ്റിൽ എഴുതി ആ ബക്കറ്റ് താഴേക്കിടാം, തീർച്ചയായും അത് ആരെങ്കിലും കണ്ടിട്ട് നമ്മളെ രക്ഷിക്കാൻ വരും എന്ന് പറഞ്ഞ് അവരും എഴുതി ആ ബക്കറ്റ് താഴേക്കിടുന്നു. എന്നാൽ 35ാമത്തെ നില ആയതുകൊണ്ട് കാറ്റ് ശക്തമായി വീശുന്നുണ്ട്. ആ കാറ്റിൽ ബക്കറ്റ് വേറെ ഏതോ ദിശയിലേക്ക് പോവാണ്. ശരി, ഈ ബക്കറ്റ് ഒന്നും ശരിയാവില്ല, ഈ പൂച്ചട്ടിയിൽ ഹെൽപ്പ് എന്ന് എഴുതി താഴേക്കിടാം എന്ന് പറഞ്ഞ് പൂച്ചട്ടി താഴേക്കിടുന്നു. എന്നാൽ അത് താഴത്തെ നിലയിലുള്ള ഒരു മുത്തശ്ശന്റെ തലയിൽ പോയി വീഴാണ്. അപ്പോൾ ആ മുത്തശ്ശൻ അവിടെ വെച്ച് അയ്യോ എന്ന് നിലവിളിച്ച് താഴെ വീഴുന്നു. അനക്കമൊന്നുമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. മുകളിൽ നിന്ന് ഇവർ താഴേക്ക് നോക്കുമ്പോൾ ആ മുത്തശ്ശന്റെ 2 കാലുകളും കാണാം. ഇവർക്കും വളരെ പേടിയാവുന്നുണ്ട്. ആ പൂച്ചട്ടിയിട്ട് മുത്തശ്ശനെ കൊന്നുകളഞ്ഞോ എന്ന് ഭയപ്പെടുകയാണ്. മറ്റൊരു ഭാഗത്ത് പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. സുജിത്തിനെ കാണാനില്ലെന്ന് പരാതി നൽകാൻ വന്ന സുജിത്തിന്റെ അമ്മ. അപ്പോൾ അതേ പോലീസ് സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി തന്റെ നായ്ക്കുട്ടിയെ കാണാനില്ല എന്ന് പരാതിപ്പെടാൻ വന്നിരിക്കുകയാണ്. എത്ര നേരമായി കാണാതായിട്ട് എന്ന് ചോദിക്കുമ്പോൾ 20 മണിക്കൂറായി കാണാതായിട്ട് എന്ന് പറയാണ്. സ്റ്റേഷനെ സംബന്ധിച്ച് 24 മണിക്കൂറായി ആരെങ്കിലും കാണാതായാൽ മാത്രമേ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റൂ, അതുകൊണ്ട് ഒരു 4 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യ് എന്നൊക്കെ പോലീസ് പറയാണ്. ഇതൊക്കെ സുജിത്തിന്റെ അമ്മയും മാറി നിന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നേരെ അകത്ത് വന്ന് പോലീസിനോട് എൻ്റെ മോനെ 25 മണിക്കൂറായി കാണാനില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അവൻ ജോലിക്ക് പോയത് രാവിലെയാണ്. രാവിലെ മുതലാണ് അവൻ ഫോൺ എടുക്കാത്തത്. എന്നാൽ അതവർ 25 മണിക്കൂർ എന്ന് കള്ളം പറയാണ്. ആ അപ്പാർട്ട്മെന്റിൽ കുടുങ്ങിയ ഹീറോയും ഹീറോയിനും വളരെ ഭയന്ന് താഴെ ആ മുത്തശ്ശനെ ഒരു പക്ഷെ നമ്മൾ കൊന്നുകളഞ്ഞോ എന്ന് കരുതി കുറച്ച് വെള്ളം എടുത്ത് ആ മുത്തശ്ശന്റെ കാലിലേക്ക് ഒഴിച്ചു നോക്കുകയാണ്. എന്നാൽ അപ്പോൾ പോലും ആ മുത്തശ്ശൻ എഴുന്നേക്കുന്നില്ല. ഇപ്പോൾ ഹീറോയും ഹീറോയിനും തമ്മിൽ വലിയ വഴക്കാവുന്നു. നിങ്ങൾ കാരണമാണ് ആ മുത്തശ്ശൻ ഈ ഗതി വന്നത് എന്ന് പറഞ്ഞ് മാറി മാറി വഴക്കിടുന്നു. ഇപ്പോൾ ഹീറോയിനും അവിടെ ഒരു സാരി കൊണ്ടുവന്ന് ആ മുത്തശ്ശന്റെ മുകളിലേക്ക് ഇട്ട് നോക്കുകയാണ്. എന്നാൽ അപ്പോൾ പോലും ആ മുത്തശ്ശൻ എഴുന്നേക്കുന്നില്ല. ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ അവന് സ്വന്തം യൂണിഫോമിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതൊന്ന് മാറ്റി കുറച്ച് കാഷ്വൽ ആയ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിക്കുന്നു. അവൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ അത് കൊടുക്കാൻ വരാണ്ടിരുന്നു. കട്ട് ചെയ്താൽ ഇവിടെ ഓഫീസാണ് കാണിക്കുന്നത്. വീണ്ടും ആ രാമകൃഷ്ണൻ തന്റെ ഭാര്യയും സുജിത്തും വീട്ടിൽ എന്ത് ചെയ്യാവും എന്ന് തന്നെ ആലോചിച്ച് പേടിക്കാണ്. വീണ്ടും ഭാര്യയെ വിളിച്ച് നോക്കുന്നുണ്ട്, അവർ ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ ഹീറോയിൻ സുജിത്തുമായി സംസാരിക്കാൻ തുടങ്ങുന്നു. അതായത് മുമ്പ് ഞങ്ങൾ സിറ്റിക്കുള്ളിൽ ഒരു വീട്ടിലായിരുന്നു, അവിടെ നിറയെ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു, ഞാനും സന്തോഷവതിയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അദ്ദേഹം ഇവിടേക്ക് മാറി. ഒരു 1.5 വർഷമായി അടച്ചിട്ട് ഈ അപ്പാർട്ട്മെന്റിലാണ് ഞാൻ എന്ന് പറയുമ്പോഴാണ് ഹീറോയിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഭർത്താവ് എന്തിനാണ് ഇവിടേക്ക് മാറിയതെന്ന്. കാരണം എന്റെ മുൻ കാമുകൻ അജിത്ത് ഞങ്ങൾ മുൻപ് താമസിച്ചിരുന്ന വീടിനടുത്തേക്ക് വന്നിരുന്നു, അതുകൊണ്ടായിരിക്കും മാറിയത്. വലിയ സംശയരോഗിയാണ് അദ്ദേഹം എന്ന് അവരവിടെ പറയാണ്. അതുപോലെ ഹീറോയിൻ ഹീറോയുടെ പേഴ്സിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഹീറോയോട് വന്നിട്ട് ആ പെൺകുട്ടി ആരാണ്, കാണാൻ നല്ല ക്യൂട്ടാണല്ലോ എന്ന് ചോദിക്കുകയാണ്. ഹീറോയ്ക്ക് നാണാവുന്നുണ്ട്. നീ ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവളുടെ കല്യാണം കഴിഞ്ഞു എന്ന് ഹീറോ പറയുന്നു. കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വയ്ക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഹീറോയും അവിടെ ഹീറോയിന്റെ ബെഡിനിടയിൽ നിന്ന് ഒരു മാഗസിൻ എടുക്കുന്നു. ഇത് നോക്കൂ, ഇതൊരു മോശം മാഗസിനാണ്, ഇത് നിങ്ങൾ വായിക്കുന്നുണ്ട്, അതും കല്യാണം കഴിഞ്ഞതിന് ശേഷം വായിക്കല്ലേ, അത് തെറ്റാണെങ്കിൽ ഇതും തെറ്റാണ് എന്ന് ഹീറോ പറയുന്നു. അത് വേറൊരു കഥയാണ്, ആദ്യം നിന്റെ കഥ പറ, അതിനുശേഷം ഞാൻ എൻ്റെ കഥ പറയാം എന്നവർ പറയുന്നുണ്ട്. അതിനു മുമ്പ് ആ റൂമിൽ കുറച്ച് മദ്യം ഇരിപ്പുണ്ട്, ആദ്യം ഈ മദ്യം കഴിക്കാം, അതിനുശേഷം നടക്കുന്നത് നടക്കട്ടെ എന്നിവർ പ്ലാൻ ചെയ്യുന്നു. മറുവശത്ത് ഈ രാമകൃഷ്ണനും അദ്ദേഹത്തിന്റെ ഓഫീസിലിരിക്കുമ്പോൾ ഒരു പ്രസന്റേഷൻ പോലെ അദ്ദേഹം ചെയ്യണം. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ക്രീം ഒരു ബോഡി ലോഷനാണ്, ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും തിളങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയെ ഓർമ്മ വരുന്നു. അങ്ങനെ തൻ്റെ ഭാര്യയോടൊപ്പം ആ സുജിത്ത് ഇരിക്കുന്നത് ആലോചിച്ച് നോക്കിയിട്ട് ആ സ്ഥലത്ത് വെച്ച് അലറാൻ തുടങ്ങാണ്. അതിനുശേഷം ഒരു ഷവർ ജെൽ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നു. അപ്പോഴും വീണ്ടും ആ 2 പേരും ഓർമ്മ വരാണ്. എനിക്ക് പ്രസന്റേഷൻ ചെയ്യാൻ കഴിയുന്നില്ല, എൻ്റെ ഭാര്യയുടെ ഓർമ്മ മാത്രമാണ് എന്ന് പറഞ്ഞിപ്പോൾ രാമകൃഷ്ണൻ കരയാൻ തന്നെ തുടങ്ങാണ്. അപ്പോൾ അവിടുത്തെ HR രാമകൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇന്ന് സമയമേ ശരിയല്ല, നിങ്ങൾ കുറച്ച് ഏടാകൂടമായിട്ടാണ് ചിന്തിക്കുന്നത്, വീട്ടിലേക്ക് പൊക്കോ, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് എന്ന് പറയുന്നു. ഇപ്പോൾ രാമകൃഷ്ണനും ഓഫീസിൽ നിന്ന് തന്റെ ഭാര്യ എന്തുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല, ഉച്ചയ്ക്ക് 3 മണിയായി, ഭാര്യയെ കണ്ടേ തീരുമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങുന്നു. മറ്റൊരു ഭാഗത്ത് സുജിത്തിന്റെ അമ്മയാണെങ്കിൽ അവരും ആ സ്റ്റേഷനിൽ വന്ന ഇൻസ്പെക്ടറെ തന്നെ കാണാണ്. ഇൻസ്പെക്ടറോട് 45 മണിക്കൂറായി തന്റെ മകനെ കാണാനില്ല, മര്യാദയ്ക്ക് എൻ്റെ കൂടെ ഒരു പോലീസിനയക്ക്, എൻ്റെ മോനെ കണ്ടുപിടിക്കണം എന്ന് പറയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ മൊബൈലൊക്കെ അവരെ ട്രാക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ അവന്റെ ലൊക്കേഷൻ അവസാനമായി ഒരു അപ്പാർട്ട്മെന്റിലാണ് കാണിക്കുന്നത് എന്ന് പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ആ അപ്പാർട്ട്മെന്റിലേക്ക് എന്നെ കൊണ്ടുപോ എന്ന് ആ അമ്മ പറയാണ്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനും അങ്ങനെ മദ്യമൊക്കെ കഴിച്ചിട്ട് ഹീറോയിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് മനസ്സിൽ അവൻ ആരതി എന്നൊരു പെൺകുട്ടിയെ വിചാരിച്ചിരുന്നല്ലോ ആ കുട്ടിയെക്കുറിച്ച് പറയുന്നത്. ഞങ്ങൾ 2 പേരും കോളേജ് സമയത്ത് സ്നേഹിച്ചിരുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങിയ ആ പ്രണയം പടിപടിയായി വളർന്ന് ഒരു നല്ല റിലേഷൻഷിപ്പിലെത്തി. അപ്പോഴാണ് പെട്ടെന്ന് ആരതിയുടെ വീട്ടിൽ പയ്യനെ അന്വേഷിക്കാൻ തുടങ്ങിയത്. അവൾ ഉടനെ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ അപ്പോൾ ഒട്ടും സെറ്റിലായിരുന്നില്ല.
ലവിന് ടൈമും പ്രധാനമാണല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യാൻ അവളോട് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ആരതി അഭി എന്ന പേരിൽ ഒരു പയ്യനെ വിവാഹം കഴിച്ചു എന്നൊരു വാർത്ത എനിക്ക് കിട്ടി. അതിൽ ഞാൻ തകർന്നുപോയി. ഞാൻ ഈ ലോകത്ത് സത്യമായി സ്നേഹിച്ച പെൺകുട്ടി ആരതിയാണ്. എന്നാൽ അവൾ എന്നെ ഇട്ടിട്ട് പോയതിനു ശേഷം മനസ്സ് തകർന്നുപോയി. അപ്പോൾ കല്യാണത്തോടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആരതിക്ക് കല്യാണം കഴിഞ്ഞെങ്കിലും അവൾക്ക് അവളുടെ ഭർത്താവായ അഭിക്കൊപ്പം സന്തോഷമായി ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് എനിക്കൊരു പെഗ് കൂടി കിട്ടോ എന്ന് ഹീറോ ചോദിക്കുന്നു. എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഹീറോ കുറച്ചുകൂടി മദ്യപിച്ചിട്ട് പറയാണ്, ആരതി അവളുടെ ഭർത്താവ് അഭിക്കൊപ്പം ചേർന്ന് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അതിനുശേഷമാണ് അവൾക്ക് തന്റെ ഭർത്താവ് അഭിയെക്കുറിച്ചുള്ള യഥാർത്ഥ മുഖം മനസ്സിലായത്. അയാൾ വെറും ഈ കുട്ടിക്ക് വേണ്ടിയും ശാരീരികമായ ആകർഷണത്തിനും വേണ്ടി മാത്രമാണ് ആരതിയോട് ഇടപെടുന്നത് എന്നൊക്കെ അറിഞ്ഞ് അവൾ തകർന്നുപോയി. അങ്ങനെ ഒരു സമയത്താണ് അവൾ എന്നെ ഫോൺ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയത്. മനസ്സിന് വല്ലാത്ത സങ്കടം തോന്നുമ്പോഴൊക്കെ ഇടയ്ക്കിടെ അവൾ എന്നെ കാണാൻ വരും. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഇപ്പോൾ ആരതി എനിക്കൊപ്പം ടച്ചിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നവൻ പറയാണ്. ഹീറോയിനും അവൾക്ക് അവളുടെ ഭർത്താവ് ഒത്ത് ജീവിക്കാൻ ഇഷ്ടമല്ല. നിങ്ങൾക്ക് ആരതിയെ മറക്കാനും കഴിയുന്നില്ല. അപ്പൊ പിന്നെ അവളുടെ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം വാങ്ങിയിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഹീറോയ്ക്ക് ആ ധൈര്യമില്ല. അത് ആരതിയോട് പോയി ചോദിക്കാനും കഴിയില്ല. ഇപ്പോൾ എന്റെ പ്രണയം തുറന്നു പറയാനും കഴിയില്ല എന്നവൻ പറയാണ്. കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിൻ അവരുടെ ഭാഗത്തെ കഥ പറയാണ്. ബെഡിനിടയിൽ ഒരു മോശം മാഗസിൻ കണ്ടില്ലേ, അതെന്തിനാണെന്ന് അറിയാമോ? എൻ്റെ ഭർത്താവ് കാരണമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അജിത്ത് എന്നൊരു പയ്യനെ സ്നേഹിച്ചിരുന്നു. ആ പയ്യനെ കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കും. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ആ പയ്യൻ എന്നെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയി. എനിക്ക് എന്താണ് കാരണമെന്ന് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല. ഞാൻ തകർന്നുപോയി, പൊട്ടിക്കരഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയാണ് അതിൽ നിന്ന് ഞാൻ പുറത്തു വരാനും മുന്നോട്ട് പോകാനും രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ കാണിച്ച് വിവാഹം കഴിപ്പിച്ച് നൽകിയത്. എന്നാൽ ഏകദേശം ഞങ്ങൾക്കിടയിൽ 20 വർഷത്തിലധികം പ്രായവ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വിവാഹ ജീവിതം അത്ര സന്തോഷകരമല്ല. ഞാൻ ആ രാമകൃഷ്ണൻ വളരെ മോശക്കാരനാണെന്നൊന്നും പറയില്ല. ഞങ്ങൾക്കിടയിൽ വലിയ സംസാരമൊന്നുമില്ല. അദ്ദേഹത്തിന് തന്റെ പ്രായത്തേക്കാൾ വളരെ ചെറിയൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്നൊരു വിഷമം ഉള്ളിലുണ്ട്. അതുകൊണ്ട് എന്നോട് അധികം സംസാരിക്കാറില്ല. എനിക്ക് അദ്ദേഹം കുറച്ച് വലിയ ആളാണ്. ഇദ്ദേഹത്തോട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ ഇല്ലയോ എന്നൊരു ഭയം കാരണം ഞാനും അദ്ദേഹത്തോട് സംസാരിക്കാറില്ല. അങ്ങനെയാണ് ഞങ്ങൾ 5-6 വർഷമായിട്ട് കുടുംബം നടത്തുന്നത്. ഓപ്പണായി പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം മോശം മാഗസിനുകൾ വായിച്ചത്. ആ ബാത്റൂമിൽ കണ്ടില്ലേ ചില ഗുളികകൾ, അതൊക്കെ രാമകൃഷ്ണൻ ഇടയ്ക്കിടെ വാങ്ങി വെക്കുന്നത് പതിവാണ്. എന്നാൽ അതൊന്നും ഇതുവരെ അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് രാമകൃഷ്ണൻ എന്നോട് കൂടുതൽ സംശയമായത്. ഞങ്ങൾ താമസിച്ചിരുന്ന പഴയ വീടിന് എതിർവശത്താണ് ആ അജിത്ത് താമസം മാറിയെത്തിയത്. സത്യത്തിൽ ഞാനിപ്പോൾ ആ അജിത്തിനെ മുഴുവനായി മറന്നു. അവനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത്. എന്നെ ചതിച്ചിട്ട് വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചില്ലേ എന്ന ദേഷ്യം എനിക്ക് ഇതുവരെ പോയിട്ടില്ല. എന്നാൽ അതെൻ്റെ ഭർത്താവ് മനസ്സിലാക്കാതെ എന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അത് കാണുമ്പോൾ എൻ്റെ ഭർത്താവിന് എന്നെ വിശ്വാസമില്ല എന്ന് തോന്നി. ഇവിടെയാണെങ്കിലും ഓഫീസിലേക്ക് പോയാൽ ഇടയ്ക്കിടെ എനിക്ക് കോൾ ചെയ്ത് എന്ത് ചെയ്യാണ്, വീട്ടിൽ ഒറ്റയ്ക്കാണോ, പുറത്തു പോകരുത് എന്നൊക്കെ എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ആണിനോട് ഞാൻ സംസാരിക്കുന്നതോ ഇടപഴകുന്നതോ കണ്ടാൽ പിന്നെ കഴിഞ്ഞു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഇതുകൊണ്ട് തന്നെ ഞാൻ സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ട് വളരെ ക്രൂരമായ ഒരു ജീവിതമാണ് ഈ വീട്ടിൽ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് അവർ പൊട്ടിക്കരയാണ്. ഇതൊക്കെ കാണുന്ന നമ്മുടെ സുജിത്തിന്റെ കണ്ണ് നിറഞ്ഞു പോവാണ്. ഹീറോയിനെ ആശ്വസിപ്പിക്കണമെന്ന് കരുതാണ്. ഹീറോയിന്റെ അടുത്ത് വന്ന് തന്റെ തോളിൽ ചായാൻ അനുവദിക്കുന്നു. എന്നാൽ ഹീറോയിന് ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. മാറി നിൽക്കുകയാണ്. അവരുടെ ബാത്റൂമിലേക്ക് വരുന്നു. ഇപ്പോൾ കണ്ണൊക്കെ തുടച്ചിട്ട് ആ ബാൽക്കണിയിൽ ഇവർ രണ്ടുപേരും വന്ന് നിൽക്കുകയാണ്. നമ്മൾ രണ്ടുപേരുടെയും ജീവിതം സമാനമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ രണ്ടുപേരും നമുക്ക് ഇഷ്ടമുള്ളവരോട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഞാൻ കരുതാണ്. സുജിത്തെ, നീ നിന്റെ കാമുകി ആരതിയുടെ അടുത്ത് പോയിട്ട് നിന്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയും. അവൾ വിവാഹിതയാണെന്നൊന്നും ചിന്തിക്കേണ്ട. അത് പറഞ്ഞിട്ട് നീ വേണമെങ്കിൽ തിരികെ വന്നോ, അപ്പോൾ നിന്റെ ഭാരം കുറയും. അതുപോലെ സുശീല, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് രാമകൃഷ്ണനോട് വന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുക. ഭർത്താവും ഭാര്യയുമായി ചേർന്ന് ജീവിക്കുക. അതിനുശേഷം അദ്ദേഹത്തിന്റെ സംശയമൊക്കെ മാറി നിങ്ങൾക്കും സന്തോഷമായിട്ട് ജീവിക്കാം എന്നവരെ പരസ്പരം ഉപദേശിക്കുന്നു. അപ്പോഴാണ് താഴെ പൂച്ചട്ടി വീണ ഒരു മുത്തശ്ശൻ ബോധം കെട്ട് വീണത് കണ്ടിരുന്നില്ലേ? അദ്ദേഹത്തെ പെട്ടെന്ന് കാണാതായിരിക്കുന്നു. അതും ഇവർ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ വീടിന്റെ കോളിംഗ് ബെല്ല് ആരോ അടിക്കുകയാണ്. നോക്കുമ്പോൾ ആ മുത്തശ്ശനാണ് അടിക്കുന്നത്. എന്നാൽ ഇവർ റൂമിലാണല്ലോ. ഇപ്പോൾ ആ റൂമിൽ നിന്ന് ആ മുത്തശ്ശനോട് ഞങ്ങളകത്ത് കുടുങ്ങി കിടക്കുകയാണ്, ഞങ്ങളെ ആരെങ്കിലും രക്ഷിക്കണേ എന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുന്നു. എന്നാൽ പുറത്തു നിൽക്കുന്ന മുത്തശ്ശന് അത് കേൾക്കുന്നില്ല. എൻ്റെ മേൽ പൂച്ചട്ടിട്ടിട്ട് അകത്ത് പോയി ഒളിച്ചിരിക്കുകയാണോ എന്ന് ഹീറോയിനെ അദ്ദേഹം തെറ്റിദ്ധരിച്ച് നേരെ താഴേക്ക് വരുന്നു. അവിടെ ആ അപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റ് ഉണ്ട്. ആ പ്രസിഡന്റിനോട് വന്നിട്ട് ഈ സുശീലയെ നമ്മൾ ഉടനടി ഈ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കണം, അവൾ എൻ്റെ തലയിൽ പൂച്ചട്ടിട്ടു എന്ന് പരാതി പറയുന്നു. അപ്പോൾ ഈ പ്രസിഡന്റ് ഹീറോയിന്റെ ഭർത്താവായ രാമകൃഷ്ണന് ഫോൺ ചെയ്തിട്ട് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നു. എന്ത്, എൻ്റെ ഭാര്യ അതൊക്കെ ചെയ്തെന്നോ? ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വന്നിട്ട് എന്താന്ന് നോക്കാം എന്നും പറഞ്ഞ് അദ്ദേഹം ഫോൺ വെക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും അവരുടെ ജീവിതത്തിൽ ഒരു വ്യക്തത ലഭിച്ച് അങ്ങനെ ആ റൂമിലിരിക്കുമ്പോൾ ശക്തമായ കാറ്റടിക്കുകയാണ്. ഏത് കാറ്റുകൊണ്ടാണോ ആ വാതിൽ അടഞ്ഞത് അതേ കാറ്റുകൊണ്ട് പെട്ടെന്ന് ആ ഡോർ അൺലോക്ക് ആവുന്നു. അത് കാണുന്ന ഇവർക്കും വിശ്വാസമാവുന്നില്ല. എങ്ങനെയാണ് ഈ ഡോർ അൺലോക്ക് ആയത് എന്ന മട്ടിൽ അവർ അത്ഭുതപ്പെടാണ്. ഇപ്പോൾ സമയം 5 മണിയാവാണ്. ഭർത്താവ് വീട്ടിലേക്ക് വരും. അതിനു മുമ്പ് പോകാൻ ഹീറോയോട് പറയാണ്. ഹീറോയും അവന്റെ യൂണിഫോം ഒക്കെ ഇട്ട് വേഗത്തിൽ ഇറങ്ങാണ്. പോകുന്നതിന് മുമ്പ് ഹീറോയിനെ നോക്കിയിട്ട്
ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക, എല്ലാം ശരിയാവും എന്ന് അദ്ദേഹം പറയുന്നു. ഹീറോയിനും നിങ്ങളും ആരതിയോട് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിയുന്നു. അതേസമയം ഇവിടെ ഈ രാമകൃഷ്ണനും ആ അപ്പാർട്ട്മെന്റിന്റെ 35ാമത്തെ നില ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ലിഫ്റ്റിൽ വരുന്നു. അതേസമയം ഹീറോ മറ്റൊരു ലിഫ്റ്റിൽ താഴേക്ക് പോകുന്നു. ഇപ്പോൾ രാമകൃഷ്ണൻ സ്വന്തം വീടിനുള്ളിൽ വന്ന് നോക്കുകയാണ്. വന്ന് നോക്കുമ്പോൾ ആ വീട് തന്നെ അലങ്കോലമായി കിടക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ തന്റെ ഭാര്യ സുജിത്തുമായി ഒന്നിച്ചു കഴിഞ്ഞതുകൊണ്ടാണോ അലങ്കോലമായത്, അതുകൊണ്ടാണോ പൂച്ചട്ടി താഴെ വീണത് എന്നൊക്കെ വളരെ തെറ്റായ രീതിയിൽ തന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ്. അതേസമയം ആ ബാത്റൂമിലേക്ക് വന്ന് നോക്കുകയാണ്. ആ ബാത്റൂമിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗുളികളൊക്കെ കണ്ടില്ലേ, അതും അദ്ദേഹം കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഗുളിക സുജിത്ത് ഉപയോഗിച്ച് സ്വന്തം ഭാര്യയോടൊപ്പം കഴിഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അതേസമയം ഹീറോ ആണെങ്കിൽ അവൻ താഴെ വരികയാണ്. സ്വന്തം ബൈക്ക് എടുക്കുന്നു. ആ സ്ഥലത്ത് ഒരു പോലീസ് ജീപ്പ് വരാണ്. അതിൽ നിന്ന് ഹീറോയുടെ അമ്മ ഇറങ്ങി വരുന്നു. എടാ മോനെ എങ്ങനെയുണ്ടടാ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അമ്മ എന്തിനാ പോലീസിനെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നത്, ഞാൻ ജോലിക്ക് വന്നതല്ലേ, ഒരു 5 മണിക്കൂർ എന്റെ ഫോൺ എടുത്തില്ലെന്ന് വെച്ച് പോലീസിനെ കൂട്ടി വരുമോ എന്നവൻ ചോദിക്കുകയാണ്. പോലീസും തലക്കടിച്ചിട്ട് കഷ്ടം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ ഹീറോയും സ്വന്തം അമ്മയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഈ രാമകൃഷ്ണനാണെങ്കിൽ സ്വന്തം ബാത്റൂമിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭാര്യ തന്നെ വിട്ടുപോയി എന്ന് അദ്ദേഹം കരുതുകയാണ്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോയിൻ വരികയാണ്. അങ്ങനെ ഹീറോ പറഞ്ഞതുപോലെ തന്നെ ഭർത്താവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്ന് പറയുന്നു. അവിടെ രാമകൃഷ്ണന്റെ മുഖഭാവം മാറുന്നതായി കാണിച്ച് കട്ട് ചെയ്താൽ മറ്റൊരു വശത്ത് സുജിത്ത് ആണെങ്കിൽ അവനിപ്പോ ഒരു റെസ്റ്റോറന്റിലേക്ക് വരികയാണ്. അന്ന് വാലന്റൈൻസ് ഡേ ആണ്. അവൻ ആരതിയോട് അവിടേക്ക് വരാൻ പറയുന്നു. അങ്ങനെ ആരതിയും എന്താടാ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്, അതും വാലന്റൈൻസ് ഡേ അന്ന് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സുജിത്ത് തന്റെ മനസ്സിലുള്ള ആ പ്രണയം ആരതിയോട് തുറന്നു പറയുന്നു. അവിടെ അവൾക്കും ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. നീ വിഷമിക്കേണ്ട, ഇത് നിന്നോട് എനിക്ക് പറയണമെന്ന് തോന്നി, അല്ലാതെ നീ നിന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്ക്, എങ്ങനെ വേണമെങ്കിലും ഇരിക്കെ, ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്നവൻ പറയാണ്. അപ്പോഴാണ് ആരതി, ഒരു നിമിഷം നിൽക്ക്, എനിക്ക് 6 മാസം മുമ്പ് തന്നെ ഭർത്താവുമായി വിവാഹമോചനം ലഭിച്ചു, ഇപ്പോൾ ഞാനും എന്റെ മോളും ഒറ്റയ്ക്കാണ് കഴിയുന്നത് എന്ന് പറയുന്നു. ഇത് കേട്ടതും ഹീറോയ്ക്കും സന്തോഷമാവാണ്. അപ്പോൾ അവന്റെ വഴിയും അവിടെ ക്ലിയർ ആവുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട ആരതിയെ തന്നെ വിവാഹം കഴിക്കാം എന്നവൻ കരുതാണ്. അപ്പോഴാണ് ഹീറോയുടെ ബാഗിൽ ആ ഗുളികകൾ ഇരിക്കുന്നത് ആരതി കാണുന്നത്. എന്താടാ വല്ലാത്ത ഗുളികകളൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അതൊരു വലിയ കഥയാണ്, ഞാൻ ആ കഥ പതുക്കെ പറയാം എന്നവൻ ആ കഥ പറയാൻ തുടങ്ങുന്നതോടെ ഈ സിനിമയുടെ കഥയും അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.